നിങ്ങൾ കണ്ടത്? പറ, പറ. അവര് പറഞ്ഞിട്ട് അത് കേട്ടില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ അജ്ഞാത സുന്ദരിക്ക് समझ गया ना, इसी वजह से उसने तोड़ी थी टांग. നേരം പോകും. ഞങ്ങളുടെ കൂടെ കോളേജിൽ പോരൂ. അത് കൊള്ളാം. ഈ കാലം വെച്ചോണ്ടോ കിടക്കുമ്പോ അതിനെന്താ കുഴപ്പം? സഹായത്തിന് കഥ കമല ഉണ്ടല്ലോ. അതെ, അതാണല്ലോ നിലക്ക് നിർത്തണമെന്നും പറഞ്ഞു. എടാ, എല്ലാ പെമ്പിള്ളേരുടെ അടുത്ത് ഇറക്കുന്നത് കമലയുടെ അടുത്ത് എടുത്താ നിന്റെയും മറ്റേ കാലം ഞാൻ തല്ലുപിടിക്കും മോനെ. ഇനിയിപ്പോ അത് അങ്ങനെ ആവാലോ. അത് അവളും കൂടെ സമ്മതിക്കണ്ട. എന്താ പ്രശ്നം? ഒന്നുമില്ല, ഞാനിവനോട് ശരിക്കും റെസ്റ്റ് എടുക്കാൻ പറയായിരുന്നു. മിണ്ടാതെ അനങ്ങാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോണം. സമയത്തിന് മരുന്ന് കഴിക്കണം. ഭക്ഷണം അബ്ബാസ് ഇവിടെ കൊണ്ടുതരും. പിന്നെ छोटे टाइप का ही है. നോക്കമ്മ, കാതലിക്കുന്നു എന്ന് പറഞ്ഞ കുറ്റത്തിന് കണ്ണി ചോരയില്ലാത്തൊരു പെണ്ണ് മനഃപൂർവ്വം കിടന്നോട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. പോവല്ലേ കൊച്ചു കമലച്ചേടത്തി. അപ്പൊ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു മരാൻ തോന്നും. ഫോൺ 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 അനങ്ങിയിട്ടില്ല, ഒറ്റ കിടപ്പാ. ആ സത്യം പറഞ്ഞ മുള്ളാൻ പോലും എഴുന്നേറ്റ്. എന്താ പ്രശ്നം? നമുക്കൊന്ന് പോയിട്ട് വരാം. എനിക്ക് അവന് അത്ര വിശ്വാസം പോരാ. കാലിന്റെ കാര്യം കമലച്ചേടത്തി പോയിരിക്കാം. മുറിയിലേക്ക് പോകാനാ പറഞ്ഞത്. ഇയാള് പോയിട്ടേ ഞാൻ പോണുള്ളൂ. ഇപ്പൊ ഞാൻ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാഞ്ഞിരപ്പള്ളി ചെന്ന് നിന്റെ കെട്ടിയോളോട് പറ. കെട്ടി കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോകാൻ എനിക്കൊരു വിരോധവും ഇല്ല. പോരുവോ? വേണ്ട, എനിക്കറിയാം ഇയാൾക്കെന്നെ ഇഷ്ടമാണ്. उसने मार खाया है सारा. മര്യാദയ്ക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കും. आ गया वो, देख लिया. ഞാൻ പറയുന്ന കേക്ക്. वो तो वैसे मजाक में कहता था, ये तो वैसे समझ रहा ना उससे सीरियस. वो चीज को सीरियसली तो लेगा ही. കാര്യമായിട്ട് ഇതിനകത്ത് കെട്ടിമറിയണ കഥകള്. കെട്ടിമറിച്ചിലും പൊറുതിയൊക്കെ മാറി ഇപ്പൊ കടുപിടിയായോ? അതിന് നാണക്കേട് നമുക്ക് കൂടിയാ. ഇത് ഇന്ന് അവസാനിപ്പിക്കണം. അതല്ല, ചേച്ചിക്കും അനിയത്തിക്കും കൂടി ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ എന്താ വായി നോക്കി നിൽക്കുന്നത്? നടക്കിങ്ങോട്ട്. സോറി കമല, ഞാൻ ആ നേരത്ത് എന്താ പ്രത്യേകത നിങ്ങൾ കണ്ടത്? പറ, പറ. അവര് പറഞ്ഞിട്ട് അത് കേട്ടില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? മതി, അവരെ സഹായം ഞങ്ങൾക്ക് വേണ്ട. अच्छा देखो, अच्छा जाने लगे. हाँ उनका तो कोई है भी नहीं अपना. बस दोनों बहन नहीं है अब. उसका पैर भी ठीक नहीं हुआ अभी. इससे नफरत करने लग गया है. वह अलग ही चला गया. गाड़ी में नहीं जा रहा वो. हाँ, उनके साथ ही जाएगा ना अब.
वो ये सोच रहा है ना कि ये उसके साथ गलत कर रहा था, उसके दिमाग में वाली इमेज बन गई ना। पर वो भी तो उसको बहुत पसंद करता है, पसंद तो करता है, उस वजह से। नहीं पसंद करना तो हाँ वही है ना, इसी वजह से ऐसा सोच रहा हूँ। फिर उसने देखा भी उस तरह से ना उसे। ചേച്ചി അവര് പോയി പോട്ടെ, പോയി തൊലട്ടെ. നമുക്ക് നമ്മൾ മാത്രം മതി. ഇത്രയും കാലം കൂടെ താമസിച്ചിട്ടും കുഞ്ഞുഞ്ഞിനെ മനസ്സിലായിട്ടില്ല അവന്. അല്ലേ, വളഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുഞ്ഞ് കൈവിടുമെന്ന്. എന്തോത്തിനാടാ കുഞ്ഞുഞ്ഞ് കൈവിടുന്നത്? എടാ, ഈ കാലത്തിനിടെ ഈ കണ്ട ണ്ടെങ്കിൽ അതവൾ എന്റെ പെണ്ണാന്ന് കരുതിയേച്ച് തന്നാ. ये भी देखो पसंद करने में। സത്യ, ആദ്യമായിട്ടും അവസാനമായിട്ടും. हाँ, किसी और लड़की से करता है प्यार? अरे उसी से करता, कमला से। अच्छा, हाँ हाँ वो तो करता ही है, മനസ്സിലായിട്ടും ആയിട്ടില്ലെന്ന് അഭിനയിക്കാം. ये भी करता है वो भी करता है. ഇനി അവരുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. போட்டனே நடந்தது நடந்து போச்சு. அதுக்காக உங்க ஃப்ரெண்ட்ஷிப் கெட்டு போக கூடாது. ആ വിചാരം അവനും വേണം. इसके रूम पे रुका है ये। അവന്റെ അടുത്തേക്ക് എല്ലാം അവൻ ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ അവന്റെ അടുത്തേക്ക് പോണോ? അല്ലേ, വേണ്ട, നിർത്തി. നീ കുഞ്ഞുഞ്ഞിനെ ആദ്യമായിട്ട് കാണാം. അതെ, കമലയും നീയും തമ്മിലൊരു പൂക്കച്ചവടത്തിന്റെ ബന്ധമല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും കൂടിയാ എന്നെ അവളുടെ ബായിയാക്കിയത്. ഈ ആങ്ങളൊക്കില്ലല്ലോ ഇത്ര. നീയേ അവന്റെ ആളാ, അതുകൊണ്ട് നിനക്കതൊന്നും മനസ്സിലാവില്ല. ഇല്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. സമ്മതിച്ചു. ആകാശം ഇടിഞ്ഞു വീണ്. എടാ ദീപു, ഞാൻ പറയണ കേക്ക്. എടാ ദീപു, ഒന്ന് നിക്കാൻ. क्या चला गया बाहर? ഈ അഷ്ടമൂർത്തി ആരാന്നറിയോ? ഇല്ല, പക്ഷെ എനിക്കറിയാം. ഒരു പാവം നമ്പൂരിപ്പൈ. എന്ത് ചെയ്യാൻ പറ്റും? ആന വലിയ തൊഴുത്തി കേട്ടോ. ചിലപ്പോ അമേരിക്ക കേട്ടുമായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ ഇവിടെ കിട്ടില്ല. പക്ഷെ उससे कर रहा बात. कोई नहीं सुन रहा उसकी बात। जो उसके साथ है वो मौजूद है उससे। ആരാന്നറിയോ? ഇവനാണ് അൻപഴകൻ. കാണാൻ വലിയ അഴകൊന്നുമില്ലെങ്കിലും ഇവന്റെ മനസ്സ് നിറച്ച അൻപ. എന്താണെന്നറിയോ? എന്താണെന്നറിയോ? കണ്ണിൽ വെള്ളം ഒഴിച്ചു വളർത്തിയ രണ്ട് ആത്മാർത്ഥ കുഞ്ഞു ദീപു. പിച്ചക്കാര, താനിങ്ങനെ ചെയ്യോ? समझ नहीं पा रहा कुछ। സായിപ്പന്മാരിങ്ങനെ ചെയ്യോ? അമേരിക്കക്കാരിങ്ങനെ ചെയ്യോ? അമേരിക്കക്കാരിങ്ങനെ ചെയ്യോ? വേണ്ട, ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? കുഞ്ഞു ഞാൻ വിളിക്കുന്നത്. എനിക്കിത് കുടിച്ച് മരിക്കണം. ഞാൻ വരില്ല. उठा के ले गए। എനിക്കെല്ലാം മനസ്സിലായടാ. എന്റെ ദീപു പോലും ഇവിടെ ആർക്കും മനസ്സിലാകൂല. മോനെ ദീപു, ഈ മഹാഭാവി सुसाइड करने जा रहा है। നിന്റെ ഈ മൂർത്തിയാണോ പറയണേ? ചാടല്ലേ മോനെ, ഡോൺ കിൽ മോനെ. മനസ്സ് വിഷമിച്ചവൻ सुसाइड क्यों करेगा वो है? वो तो खाली ऐसे घूम रहा हो। हाँ, सुसाइड कर रहा है. നീ എന്താ ഈ ചെയ്യണേ? നിനക്ക് വേണ്ടി കരഞ്ഞതും. ദീപു വാ, വിടോ. हाय। ദീപു മോനെ. നിക്കവിടെ, മതി നിന്റെ ഈ പോക്കും മണക്കൊക്കെ. കുഞ്ഞു, ഇത്രയ്ക്ക് ചങ്കി കേട്ടാൻ എന്ത് തെറ്റാ നിന്നോട് ഞാൻ ചെയ്തത്? ആ പെങ്കൊച്ചിനോട് അങ്ങനെയൊക്കെ പെരുമാറി, അത് നേരാ. പക്ഷെ അത് ആത്മഹത്യ ചെയ്യാൻ പോലും. വിടാ. उसका अलग ही चल रहा है। മോനെ, ഇപ്പൊ ഇവൻ പറയട്ടെ, നീ കേക്ക്. ഇപ്പൊ ഇവന്റെ സമയം. കുറച്ച് കഴിയുമ്പോ ഇനി കുറച്ചു കാലം കൂടെ ഉള്ളൂ നമ്മൾ ഈ പോണ്ടിച്ചേരിയില്. അതിന് ആ പെങ്കൊച്ച് നമ്മുടെ ആരാ? എന്റെ ആരാ? നിന്റെ ആരാ? ആരും അല്ലെന്ന്. ഇനി ആ വിഷയം വേണ്ട, നമുക്കത് വിടാം. ഇല്ല, എനിക്കതങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളൊക്കെ പല പ്രാവശ്യം ചോദിച്ചില്ലേ ആ അജ്ഞാത സുന്ദരി ആരാണെന്ന്? നിങ്ങളറിയാതെ. अब बता रहे ना उसको। ये ले। अब बता दिया उसने. ये भी कमला को पसंद करता, वो भी कमला को पसंद करता. ഞാൻ सारे കരുതിയിട്ടുണ്ട് कमला पसंद। എന്നോട് പറഞ്ഞാലോ എന്ന്. പക്ഷേ എന്തോ എനിക്കതിന് मुझे समझ नहीं आया इसने बताया क्यों नहीं था अपने दोस्तों को पहले से? नहीं
बताना चाहिए था उसको. तो उस तरह से ना करता उस लड़की के साथ. നിന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം നിന്നോടുള്ള എന്റെ ദേഷ്യം എല്ലാം छुपाने का मतलब क्या था? वो दूसरे वाले ने तो स्टार्टिंग में बता दिया था सबको. കമലയെ മറക്കാൻ എന്നോട് പറയരുത്. അത് ചിലപ്പോ വേണം, പറയണം. നീ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്നത് ഇനി അവൾ അറിയാം. खुश हो गया देखो. ഇടിച്ച് പൊളിച്ച് ആഘോഷിക്കണം, അല്ലടാ മൂർത്തി? ചെല്ല്, സമയമായി. उसने खुद को साइड कर लिया. पता नहीं वो एक्सेप्ट करती है कि नहीं करती है. क्या पता वो भी इसको पसंद करती എടാ है. ഇതിന്റെ ये भी हो सकता है. क्या पता वो उसे दोस्त की तरह ही समझती हो, हाँ ये भी हो सकता है. അതല്ലടാ, क्योंकि उसने कभी उससे बोला ही नहीं. കൊച്ചിന് हाँ. എന്നേക്കാ ചർച്ച അവൻ തന്നെ. അല്ലേലും കുറുനരി कुछ जरूर वेट कर रहा है. आ गई. नहीं सपना तो नहीं देख रहा. हो सकता है. वो भी सकता है. सपना देख रहा. इस तरह से खुश हो गए तो नहीं आएगी. नहीं आई रखी. ബോൾഷോ മത अरे क्या था? അന്ന് നടന്നതൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. എനിക്കറിയാം ഇപ്പോ അല്ലേ? അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. പോട്ടെ, ഒക്കെ കഴിഞ്ഞില്ലേ? അന്നും ഇന്നും പൂ വേണ്ടേ? बता नहीं रहे बैग. पता नहीं कब बताएगा. എത്രയും പെട്ടെന്ന് എനിക്ക് ആ സുന്ദരിയെ കണ്ടേ പറ്റൂ. എപ്പോഴാ? ഇന്ന് തന്നെയാലോ? അതങ്ങനെയാ. പറ. എന്നും രാവിലെ എഴുന്നേറ്റ് बता देगा क्या इसको? എന്റെ അജ്ഞാത സുന്ദരിക്ക് हाँ सपना देख रहा था. इसकी बहन आ रखी है. ओ वो आई नहीं. वो क्यों नहीं आई हुई? ചേച്ചിക്ക് തലവേദന. अच्छा എന്നെ ഒന്ന് തലവിട്ടു. हाँ. അല്ല എനിക്കുണ്ട് കേട്ടോ വിഷമം. എന്തൊക്കെ പറഞ്ഞാലും നല്ല ജോളിയായിരുന്നു നിങ്ങളവിടെ ഉണ്ടായിരുന്നപ്പോ. പൂനെ കണ്ടുന്ന്. പൂ വേണ്ടേ? നിങ്ങളിപ്പോ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ. ഒരു സ്പെഷ്യൽ അന്വേഷണം ആയിക്കോട്ടെ. പിന്നെ മിസ്റ്റർ കുഞ്ഞുനോട് എയർ പിടുത്തം അല്പം കുറച്ചോളം പറ. താമസിക്കാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വരണം. छोटी बच्ची को. आगे बढ़ से. പറയാതെ ഞാനൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു പോയി. എന്റെ അമ്മോ, അതിനാ സാധനം മോന്തയും കയറ്റി വെച്ച ഒരു നിപ്പ്. എനിക്കാണെങ്കിൽ ഞാൻ ദീപുവിനെ കണ്ടു, പൂവും കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ പിണക്ക. ഭൂതത്തിന്റെ വർത്തമാനം കേട്ടപ്പോ അവരോട് പോവാൻ പറ. നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ ജീവിക്കുക. അയാളാ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. വൃത്തികെട്ടവൻ, പരമനാറി, സാമഗ്രി. फिर से लाना चाहती क्यों नहीं? അയാൾ വെറുതെ തമാശക്ക്. नहीं, उसने कहा ना कि हम फिर से आना चाहते हैं. नहीं इसने बोला उनको आने के लिए. हाँ मतलब इससे नहीं. हाँ ഉണ്ടാക്കിട്ട് പോവാം. തീരുമാനോ? എന്തിനാ ഈ തമാശക്ക്? കാഞ്ഞിരപ്പള്ളി അച്ചായനും കുമാരൻ. പക്ഷെ അന്നത്തെ ഗെറ്റ് ഔട്ട് ആകെ കൺഫ്യൂഷൻ ആക്കി. ജെറിമോളെ ഇനി കളി മതിയാക്ക് ജെറി ചേച്ചി. നമ്മൾ എന്തിനാ ഇതിങ്ങനെ ഉള്ളിൽ വെച്ചോണ്ട് വിഷമിച്ച് നടക്കണേ? നാളെ ഇല്ലെങ്കിൽ മറ്റന്നാ. എന്നതായാലും എത്രയും പെട്ടെന്ന് പറയണം നീ. കമലയുടെ പ്രതികരണം എന്താവെന്ന് അറിയാൻ ഇപ്പൊ ഞങ്ങൾ കമലയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലടാ മൂർത്തി? രണ്ടുപേരും കൂടി എന്റെ അടുത്ത് അല്ലേടാ മൂർത്തി, അല്ലേടാ മൂർത്തി. ഇതെന്താ ദേ ഒരു. ഹലോ
ഹലോ മിസ്റ്റർ കുഞ്ഞു, ഇത് ഞാനാ പത്മ. കുഞ്ഞുനോട് എന്തോ പറയാനുണ്ടെന്ന്. ये मिलना चाहती है, ये इसको पसंद करती किसी को करती है लाइक लगे रहता है. എന്റെ ഒരു ഫ്രണ്ടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കാല് തല്ലി ഓടിക്കാനല്ല. പിന്നെ ഫ്രണ്ട്സിനെ കൂട്ടണ്ട. അതെന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ എന്തെങ്കിലും ആവട്ടെ, അത് ആലോചിച്ച് തലമുണ്ടാക്കാനൊന്നും എനിക്ക് വയ്യ. അയ്യോ, നീ സ്ഥലം പറഞ്ഞില്ല. ആ അപ്പൊ ഇങ്ങോട്ടല്ലേ? ഇവിടെ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള വേറെ സ്ഥലം പറഞ്ഞു. इससे नहीं है ना कुछ पता भी. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാവർക്കും വിഷമല്ലേ? അത് പിന്നെ കാണണമെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായോ? പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ ത്രില്ല്. അതിനപ്പുറത്തേക്ക് ചെയ്തതും പറഞ്ഞതും ഒക്കെ പലതവണ ആലോചിച്ചു. എന്റെ മനസ്സ് ഒരിക്കലും അറിയാതെ പോവും. തോറ്റു തരാതെ മനഃപൂർവ്വം പിടിച്ചു നിന്നിരുന്നതാ ഞാൻ. വെറുതെ. അതെന്റെ ഒരു ത്രില്ല്. है खुश हो गए. दूसरे तरीके से बोला उसने ना. वैसे ये चीज इसे अपने दोस्त को नहीं बतानी चाहिए ना. अरे वो सब याद आ रहा है. ओ सब याद आ रहा. वो एक पल के लिए भूल के था ना. हाँ കമല अब नाटक करेगा ये.